അക്കൗണ്ടിംഗ് ആൻഡ് ടാലി ടുഗദർ എന്ന ഒരു ക്ലാസ്സാണ് ഞാനിവിടെ ആരംഭിക്കുന്നത്. അക്കൗണ്ടിംഗ് എന്നാൽ എന്ത് എന്ന് അറിയുന്നതിന് മുമ്പായി ബുക്ക് കീപ്പിംഗ് എന്നാൽ എന്ത് എന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ്സ് ഓഫ് ബുക്സ്. അതായത് ഒരു കൂട്ടം ബുക്കുകളിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് കച്ചവട ഇടപാടുകളെ കലാപരമായി എഴുതി സൂക്ഷിച്ചു വയ്ക്കുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കണക്കുകൾ എഴുതി സൂക്ഷിക്കുക. പലതരത്തിലുള്ള അക്കൗണ്ടുകളാണ് എഴുതി സൂക്ഷിക്കുന്നത്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക് എന്നാണ് അർത്ഥം. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ കണക്കുകൾ എഴുതി വയ്ക്കുക, എഴുതി സൂക്ഷിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പലതരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്. ഉദാഹരണം, എക്സാമ്പിൾ: പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ക്യാരേജ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്, സ്റ്റേഷനറി അക്കൗണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്, കമ്മീഷൻ അലൗഡ് അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്, അസറ്റ് അക്കൗണ്ട്. പലതരത്തിലുള്ള അസറ്റുകളുണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം. ഈ അക്കൗണ്ടുകളെല്ലാം ഓരോന്നോരോന്നായിട്ട്, അതായത് ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരന് കൊടുക്കുന്ന ശമ്പളം, സാലറി, ഒരു മാസത്തെ ശമ്പളം അല്ലെങ്കിൽ ഒരു വർഷത്തെ ശമ്പളം മാത്രം സാലറി അക്കൗണ്ടിൽ എഴുതുന്നു, കണക്കെഴുതുന്നു. ഒരു ദിവസം പർച്ചേസ് ചെയ്ത സാധനം പർച്ചേസ് അക്കൗണ്ട്, അല്ലെ ഒരു വർഷം പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. അതുപോലെ സെയിൽസ്, ഒരു ദിവസം വിറ്റ സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു വർഷം വിറ്റ സാധനങ്ങളുടെ കണക്ക്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഒരു അക്കൗണ്ടാണ്, സെയിൽസ് അക്കൗണ്ട് ഒരു അക്കൗണ്ടാണ്, റെൻ്റ് അക്കൗണ്ട് വാടക കൊടുക്കുന്നു അതൊരു അക്കൗണ്ടാണ്. ഇങ്ങനെ ധാരാളം അക്കൗണ്ടുകളുണ്ട്, കണക്കുകൾ. ഈ അക്കൗണ്ടുകൾ പഠിച്ചതിന് ശേഷം, ഈ അക്കൗണ്ടിൻ്റെ റൂളുകളും പഠിച്ചതിന് ശേഷം ആ റൂളുകൾ വെച്ച് നമ്മൾ ടാലിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അക്കൗണ്ട് എന്നാൽ എന്ത് എന്ന്, ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ ഉള്ളത്, ഓരോ അക്കൗണ്ടിൻ്റെയും പേരുകൾ നമ്മളെ വിശദമായി, എല്ലാ അക്കൗണ്ടിൻ്റെയും പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം. എന്നാൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ കണക്കുകളെല്ലാം കൂടി എഴുതി സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എല്ലാവരും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.